ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 19. ഇത് നാടിന്റെ പ്രശ്നം ഒരുമയോടെ നേരിടാം. കുന്നും മലയും കാടും കാട്ടുചോലയും നിറഞ്ഞ കേരളത്തിന്റെ മരതക ഭൂമിയായ വയനാട്ടിൽ നിന്ന് തുടരെ വരുന്നത് സങ്കട വാർത്തകൾ. കർഷകനായ പനച്ചിയിൽ അജീഷിനെ വീട്ടുമുറ്റത്ത് കാട്ടാന ആക്രമിച്ചു കൊന്ന് ഒരാഴ്ച തികയും മുമ്പേ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ പാക്കം വെള്ളാച്ചിലിൽ VP പോളിനെയും കാട്ടാന ആക്രമിച്ച് ജീവനെടുത്തു. അജീഷിനെ കൊന്ന കാട്ടാനയെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ വ്യാപകവും ഊർജിതവുമായ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീണ്ടും ദാരുണവും ദുഃഖകരവുമായ സംഭവം. മനസ്സിൽ വെളിച്ചമുള്ള ഹൃദയാലുക്കളായ ആരും കരഞ്ഞു പോകും. അത്രമാത്രം മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടായിരിക്കുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിന് വന്യമൃഗങ്ങൾ വലിയ ഭീഷണിയായിരിക്കുന്ന ആപൽക്കരമായ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ദുരന്തങ്ങളെ തുടർന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇടയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഷേധത്തെ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ ജനങ്ങളുടെ ആശങ്ക മുതലെടുത്ത് കുഴപ്പമുണ്ടാക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്നത് കാണാതിരിക്കാൻ വയ്യ. അത് ഹീനമായ പ്രവൃത്തിയാണ്. മൃതദേഹം സംസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ചിലർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു പ്രശ്നത്തിന്റെ പരിഹാരം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി സൗഹൃദത്തിന്റെ തണൽമരമായി നിന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. പ്രശ്ന പരിഹാരത്തിന് സാധ്യമായതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം സർക്കാരുമുണ്ട്. മനുഷ്യരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ സർക്കാർ മുന്നിലുണ്ടെന്നത് നാടിന്റെ അനുഭവമാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശനിയാഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം വന്യജീവി ആക്രമണ ഭീഷണി അതിന്റെ എല്ലാ ഗൗരവത്തിലും ചർച്ച ചെയ്തു. മന്ത്രിമാരുടെ സംഘത്തെ വയനാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ച യോഗം വനം, പോലീസ്, റവന്യൂ വകുപ്പുകളുടെ ഏകോപനം ഫലപ്രദമാക്കാൻ നടപടികളുമെടുത്തു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ 250 പുതിയ ക്യാമറ കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അജീഷിന്റെ കുടുംബത്തിനെന്ന പോലെ പോളിന്റെ കുടുംബത്തിനും അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ നൽകി. പോളിന്റെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ ജോലി നൽകുമെന്നും മകളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലെ സർവകക്ഷി യോഗം ഉന്നയിച്ച മറ്റു കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകും. പരിമിതികൾക്കകത്തുനിന്ന് സംസ്ഥാന സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ലെന്നതും കാണണം. വനസംരക്ഷണത്തിനും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് കേരളം സമർപ്പിച്ച 620 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിയില്ല. ജനവാസ മേഖലയിൽ പ്രശ്നമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുവദിക്കണമെന്ന സംസ്ഥാന വനം വകുപ്പിന്റെ ആവശ്യവും കേന്ദ്രം അംഗീകരിക്കുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താനും യൂണിയൻ സർക്കാർ തയ്യാറല്ല. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കാൻ പോലും കടമ്പകളേറെയുണ്ട്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മെനക്കെടുന്നവർ ഇതേക്കുറിച്ചൊക്കെ മൗനം പാലിക്കുകയാണ്. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം MPമാർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇതോടൊപ്പം കാണണം. പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പദ്ധതികൾക്ക് ആവശ്യമായ സഹായം നേടിയെടുക്കാനും MPമാർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നത് പ്രതിപക്ഷ നേതാവ് മറക്കുന്നു. ഞായറാഴ്ച വയനാട്ടിലേക്ക് ഓടിയെത്തിയ അവിടുത്തെ MP രാഹുൽ ഗാന്ധി വന്യമൃഗ ആക്രമണങ്ങളെക്കുറിച്ച് ലോക്സഭയിൽ ഒരിക്കൽ പോലും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നാടിന്റെ ഏത് പ്രശ്നത്തിലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് നിഷേധാത്മക സ്വരമാണ്. പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം ഇത് കേട്ടതാണ്. കണ്ണീരിന്റെ പുഴകൾ ഒഴുക്കാനും കൂട്ടയാതനകളുടെ കാട്ടുതീ പടർത്താനും മാത്രമാണ് ചിലർക്ക് താല്പര്യം. ഏതിലും രാഷ്ട്രീയമായ മുതലെടുപ്പിന് സാധ്യതയുണ്ടോ എന്ന് മാത്രമാണ് അത്തരക്കാരുടെ നോട്ടം. ഭ്രാന്തമായ ഒരു കാറ്റിൽ ഉണങ്ങിയ മരക്കൊമ്പുകൾ തമ്മിലുരസി തീ പാറുന്നത് പോലെ ഒരു അന്തരീക്ഷം വളർത്താൻ മാധ്യമങ്ങളടക്കം ആരും ശ്രമിക്കരുത്. മനുഷ്യ വന്യജീവി സംഘർഷം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നമായി കണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പരിഹരിക്കാൻ ശ്രമിക്കണം. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടണം. വന്യജീവി ഗവേഷകർ, കൺസർവേഷൻ ബയോളജിസ്റ്റുകൾ, ഓരോ പ്രദേശത്തെയും നാട്ടുകാർ, കൃഷിക്കാർ എന്നിവരുടെ എല്ലാം കൂട്ടായ ശ്രമവും സഹകരണവും ഉണ്ടാകണം.